ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ ആയിട്ട് ഇത് രാവിലെ സൂര്യൻ ഉദിക്കും പിന്നെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇച്ചിരി പരിപാടിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റത്. അമ്മയ്ക്ക് അച്ഛനൊരു എൻഗേജ്മെൻ്റ് ഉണ്ട്, അവർക്ക് അമ്പലത്തിൽ പോകണം. അപ്പോൾ നേരത്തെ ഇന്നത്തെ കിച്ചൺ പരിപാടികളൊക്കെ നേരത്തെ ഒതുക്കണം, അല്ലെങ്കിൽ നിഹയം കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ പെട്ടെന്ന് നേരത്തെ എഴുന്നേറ്റ് രാവിലത്തെ പരിപാടിയിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഇന്ന് പുട്ടും കടലക്കറിയാണ്. അപ്പോൾ കടലക്കറിക്കുള്ള സെറ്റപ്പൊക്കെ ആദ്യം റെഡിയാക്കി, അത് കഴിഞ്ഞ് പാലും അങ്ങ് കാച്ചാൻ വെച്ചു കേട്ടോ. എന്നിട്ട് തലേന്ന് കുതിർത്ത കുറച്ച് ബദാം ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഡെയിലിയുള്ള പരിപാടിയൊന്നുമല്ല, തോന്നുമ്പോഴൊക്കെ ഇതുപോലെ ചെയ്യും. അപ്പം അതിൽ നിന്ന് ഒരു 2-3 കഴിച്ച് ഇന്നത്തെ ദിവസം തുടങ്ങാമെന്ന് കരുതി പുട്ടും അങ്ങ് അവിക്കാൻ വെച്ചു കേട്ടോ. അപ്പോഴത്തേക്കും നൈനു നിഷ അവിടെ ഉണർന്നു. നൈനു രാവിലെ എഴുന്നേറ്റതേ ന്യൂസ് പേപ്പർ റീഡിംഗ് ആണ്. ഇതും ഇടയ്ക്കിടയ്ക്കുള്ള പരിപാടികളാണ്. അപ്പം സാറ്റർഡേ സൺഡേ ഒക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അച്ഛൻ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് വായിച്ച് തിരുത്തി കൊടുക്കും. അത് കഴിഞ്ഞ് അവരവിടെ കളിച്ചുകൊണ്ടിരുന്ന സമയം കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും റെഡിയായി. ദേ ഈ ഇല പോലെയൊക്കെ കിടക്കുന്ന വേറൊന്നുമല്ല, മല്ലിയില കേട്ടോ. മല്ലിയില ഉണ്ടെങ്കിൽ അങ്ങ് ലാവിഷായിട്ട് ഇടും കേട്ടോ, ഇല്ലെങ്കിൽ ഇല്ല, അങ്ങനെയാണ്. അപ്പോൾ പുട്ടും റെഡിയായി, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഇനി പുറത്തുള്ള പരിപാടി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കോഫിയൊക്കെ കുടിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി. ആദ്യം തന്നെ മുറ്റം തൂക്കൽ പരിപാടിയാണ്. അപ്പോൾ ഈ മുറ്റം തൂക്കുന്ന സമയത്ത് നൈനും അവിടെ സൈക്കിൾ ഓട്ടും കേട്ടോ. അവൾക്ക് ഇങ്ങനെ പുറത്ത് ആരെങ്കിലും വേണം, അല്ലെങ്കിൽ പേടിയാണ്, ഒറ്റയ്ക്ക് സൈക്കിൾ ഓട്ടത്തില്ല. അമ്മ പുറത്ത് വന്ന് നിൽക്കാൻ പറയും. അപ്പം ഞാൻ ആ സമയം കൊണ്ട് പുറത്തുള്ള പരിപാടികളൊക്കെ തീർക്കും. അപ്പം നൈനും നിഹയും കൂടെ റോഡിൽ ഈ സമയം ഒരു 7 മണിയൊക്കെ ആവും. ഈ സമയത്ത് പുറത്ത് വിട്ടാലും വലിയ പേടിക്കേണ്ട കാര്യം, ആ സമയം വണ്ടികളൊക്കെ അവിടെ കുറവാണ് റോഡിൽ വരുന്നത്. അപ്പം രണ്ടുപേർക്കും ധൈര്യമായിട്ട് അവിടെ നിന്ന് കളിക്കാം. ആ സമയം ഞാൻ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വേണം ഇനി ഉച്ചത്തെ പരിപാടിയിലേക്ക് കിടക്കാൻ. അപ്പോൾ അമ്മയും അച്ഛനും പോയി, അവർ ആദ്യം അമ്പലത്തിൽ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻഗേജ്മെൻറ്റിനും പോവും. അപ്പോൾ അതെ ചേട്ടൻ എഴുന്നേറ്റ് വന്നു കേട്ടോ. അപ്പോൾ അവൻ ആലപ്പുഴ വർക്ക് ചെയ്യുന്നത്. ഇത് സൺഡേസിൽ ഇതുപോലെ വരും. അപ്പം വന്നു കഴിഞ്ഞാൽ പിന്നെ നിഹയ്ക്ക് ആരും വേണ്ട, അവൻ്റെ കൂടെ നിന്ന് കളിച്ചോളും. ആ കളിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ടോയ്സാണ് അവിടെ കിടക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും ഉച്ചയ്ക്കുള്ള പരിപാടിയിലേക്ക് ഞാൻ കടന്നു. ആദ്യം തന്നെ അരി അടുപ്പയിലിട്ടു. പിന്നെ ഉച്ചത്തേക്ക് മട്ടൻ കറി വെക്കാമെന്ന് എഴുതി. ഇച്ചിരി മട്ടൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനടുത്തത് കറിയാക്കാമെന്ന്, പൊട്ടറ്റോ ഇട്ട് ഒരു കറി ഉണ്ടാക്കാമെന്ന് വെച്ചു. പക്ഷേ പൊട്ടറ്റോ ഇത്രയും ഞാൻ ഇട്ടില്ല കേട്ടോ. അതിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന അത്രയും പൊട്ടറ്റോ ഞാൻ ഇട്ടില്ല. കട്ട് ചെയ്തപ്പോഴേ അറിഞ്ഞത് കൂടിപ്പോയെന്ന്. പിന്നെ ബാക്കി അങ്ങ് മാറ്റി വെച്ചു. അതിൻ്റെ കൂട്ടതേ പരിപ്പ് കറിയും വെക്കാമെന്ന് കരുതി. അങ്ങനെ പരിപ്പിന് താളിച്ചൊക്കെ ഒഴിച്ചു. അതിൻ്റെ തൊട്ടടുത്ത അടുപ്പിൽ തന്നെ ഞാൻ മട്ടനും റെഡിയാക്കുന്നുണ്ടായിരുന്നേ. അതിന് വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ വഴറ്റി, അത് എണ്ണയൊക്കെ ഒഴിച്ച് കടുവൊക്കെ വറുത്ത് 2 ഏലക്കയും ഗ്രാമ്പും പട്ടയൊക്കെ ഇട്ടിട്ട് ഉള്ളി വഴറ്റി വരുന്ന സമയം കൊണ്ട് ഞാൻ കിച്ചൺ ക്ലീനിങ്ങും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. പാത്രങ്ങളൊക്കെ കിടക്കുന്നതൊക്കെ കഴുകി അങ്ങ് വെക്കും. കാരണം കുക്കിങ്ങിൻ്റെ കൂട്ടത്തിൽ തന്നെ ക്ലീനിങ്ങും കൂടെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഈസിയാണ്, പെട്ടെന്ന് കഴിയും ജോലി. എൻ്റെ കുക്കിംഗ് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ താമസിക്കും. അപ്പം ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ ഉള്ളി വഴണ്ട് വന്നു. ആ സമയം കൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെന്താ 2 പച്ചമുളക് ഇട്ട് കേട്ടോ. നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു, അതുകൊണ്ടാണ് 2 എണ്ണം ഇട്ടതേ. അപ്പോൾ ഈ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ മസാലാസ് എന്തൊക്കെയാണ്: 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂൺ മുളക് പൊടി, 2-2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ചിലപ്പോൾ ഞാനിത് മിക്കവാറും വേറൊരു പാനിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷമാണ് ഇടാറ്. പക്ഷേ ഇന്ന് അതിനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ അങ്ങ് ഇട്ട് മൂപ്പിക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ സമയമുള്ളതുപോലെ എന്താണോ തോന്നുന്നത് അതുപോലെ അങ്ങ് ചെയ്യും. ഇന്നിപ്പോൾ ഇങ്ങനെ ചെയ്യാനാണ് തോന്നിയത്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന കേട്ടോ. മസാലാസ് എല്ലാം അതിലിട്ട് നന്നായിട്ട് മൂപ്പിച്ച് ഒരു ചെറിയ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. ലാസ്റ്റ് ഇടും ഞാനിതുപോലെ, ആദ്യം ഒരു ഇച്ചിരി ഇടും. അത് കഴിഞ്ഞ് ഇതേ മട്ടനും ഇട്ട് കൊടുത്തു. പിന്നെ എന്താ പറയുക, ഒരു തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് മട്ടൻ വേകാൻ ആവശ്യമായ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കും. എന്നിട്ട് നന്നായിട്ട് തിള വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് എന്താ പറയുക കുക്ക് ചെയ്തെടുക്കും. അപ്പോൾ ഈ സമയം കൊണ്ട് തോരനുള്ള പരിപാടി റെഡിയാക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് കോളിഫ്ലവർ തോരനാട്ടോ. അപ്പം അന്ന് ഞാൻ ഗോബി ഫ്രൈ ചെയ്യാൻ വേണ്ടി കോളിഫ്ലവർ എടുത്തില്ലേ, അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതിനെടുത്ത് തോരൻ വയ്ക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തോരൻ വയ്ക്കുമ്പോൾ ഇത് ചോപ്പറിൽ വെച്ച് ചെയ്തതാണേ കോളിഫ്ലവർ. അതിലേക്ക് നമ്മുടെ തോരനിലുള്ള മസാലയും കൂടെ ചേർത്ത് ഞാൻ ഞവടി അങ്ങ് വയ്ക്കും, ഒരുമിച്ച് അങ്ങ് ഞവടി വയ്ക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടുവൊക്കെ വറുത്തിട്ട് ആ മിക്സും അങ്ങ് ഇട്ട് കൊടുത്ത് ഒരു മുട്ടയും കൂടെ ചിക്കിയിടുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ക്യാബേജ് ഉണ്ടാക്കുമ്പോഴും ഞാൻ അതുപോലെ ചെയ്യും, എല്ലാവരും ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിലും അതുപോലെ മുട്ടയും കൂടെ ചിക്കിയിട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തോരനായ അപ്പോഴത്തേക്ക് തന്നെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നമ്മൾ മട്ടനും റെഡിയാക്കി. അതിലും മല്ലിയിലേക്ക് ഒരു കുറവും വരുത്തിയില്ല, അതിലും അങ്ങ് ലാവിഷായിട്ട് ഇട്ട് കേട്ടോ. അപ്പോൾ ഉച്ചത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി എന്താ പറയുക, കുളിച്ച് ഫ്രഷായി നിഹേനെയും നൈനൂനെയൊക്കെ കുളിപ്പിച്ച് ഫ്രഷാക്കി ഇനി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണേ. അപ്പോൾ ആദ്യം തന്നെ ചോറും തോരനും മട്ടനും പരിപ്പ് കറിയും ഒക്കെ കൂട്ടി ലാവിഷായിട്ട് ഇന്ന് ഉച്ചത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ, ബൈ, സീ യു.